കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവവചനത്തിലെ സത്യങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറുന്ന നമ്മുടെ ഒരു ചെറിയ ഓൺലൈൻ ശുശ്രൂഷയാണിത്. നിശ്ചയമായിട്ടും ഈ വചനങ്ങൾ നിമിത്തം, ഈ യൂട്യൂബ് ചാനലിലൂടെ കൈമാറുന്ന സന്ദേശങ്ങൾ നിമിത്തം അനേക ദൈവമക്കൾക്ക് അനുഗ്രഹമായി, സത്യം തിരിച്ചറിയാനുള്ള മാർഗമായി മാറുന്നു എന്നറിഞ്ഞതിൽ അതിയായി ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. ഈ ഇടയ്ക്ക് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ഈ വംശാവലി, വാക്ക് വന്നില്ല, വംശാവലി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലി പഠിക്കുവാനായിട്ട് സമയം ചെലവിട്ടപ്പോൾ മനസ്സിൽ വന്നൊരു ചിന്ത, ഞാൻ പഠിപ്പിച്ചിട്ടും പറഞ്ഞിട്ടുമുള്ളത് യഹൂദന്മാരല്ലാത്ത 2 പ്രധാന വ്യക്തികൾ ഈ വംശാവലിക്ക് അകത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് രാഹബാണ്, രണ്ടാമത്തെ വ്യക്തി റൂത്താണ്. രാഹബ് എന്ന് പറയുന്നത് യെരിഹോവിലെ ഒരു വേശ്യ സ്ത്രീയും റൂത്ത് എന്ന് പറയുന്നത് മോവാബിലുള്ള ഒരു സ്ത്രീയുമാണ്, അല്ലെങ്കിൽ മോവാബുകാരിയായ റൂത്ത്. ഈ 2 വ്യക്തികളും കൂടെ ഇതിനകത്ത് വന്ന് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന, അത് പ്രസംഗരെല്ലാവരും പ്രസംഗിക്കുകയും ചെയ്യുന്ന കാര്യം. എന്നാൽ ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അത് തെറ്റാണെന്ന് മനസ്സിലായാൽ, ഇതിനകത്ത് ഏതെങ്കിലും പാകപ്പിഴയുണ്ട് എന്ന് മനസ്സിലായാൽ മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ അതിനകത്തൊരു മാനസാന്തരം, എനിക്കൊരു മാനസാന്തരം പറഞ്ഞാൽ മനസ്സിനകത്തൊരു മാറ്റം, ചിന്തകൾക്കൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങൾക്കും ഇതുവരെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് മാനസാന്തരപ്പെടാൻ ഒരവസരമാണ്. അങ്ങനെ നമുക്ക് കൂട്ടമായിട്ട് ഒരു മാനസാന്തരത്തിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം ഇതാണ്. രാഹബ് എന്ന് പറയുന്ന ആ വ്യക്തി വേദപുസ്തകത്തിൽ ആരാണ്? പഴയ നിയമത്തിൽ നമുക്കറിയാം, രാഹബിനെ നമുക്ക് ജോഷുവയുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിലും അതേ പേരുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ അതേ പദമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലും നമുക്ക് രാഹബിനെ കാണുവാനായിട്ട് കഴിയും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിനകത്തെ 5-ാമത്തെ വാക്യത്തിൽ ശൽമോൻ റഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് റൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. ഇവിടെ റഹാബ് എന്ന് പറയുന്ന വ്യക്തി ശൽമോന്റെ ഭാര്യയായിട്ടും, അതായത് ബോവസിന്റെ അമ്മയായിട്ടും ബോവസിന്റെ ഭാര്യ റൂത്തായിട്ടും കാണുന്നുണ്ട്. ഈ 2 സ്ത്രീകളും അന്യ സ്ത്രീകളാണ്, അല്ലെങ്കിൽ അന്യമതത്തിൽ നിന്ന് ക്രിസ്തുവേശുവിന്റെ വംശാവലിയിലേക്ക് വന്നവരാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ 2 വ്യക്തികളും യഹൂദ ഗ്രഹത്തിന്റെ പുറത്തു നിന്ന് വന്നവരല്ല എന്ന് കൃത്യമായ ചില അറിവുകൾ തിരുവെഴുത്തുകളിൽ നിന്ന് വന്നതുകൊണ്ട്, അത് ദൈവസഭയുടെ പ്യൂരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ ദൈവസഭയ്ക്ക് അത് മനസ്സിലാക്കി വെച്ചേക്കുന്ന കുറെ അസത്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായി നമുക്ക് മാറ്റാൻ വേണ്ടി ഞാൻ മാക്സിമം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശ്രമിക്കും. കാരണം ദൈവവചനം, ശുദ്ധമായ ദൈവവചനം കൊണ്ട് മാലിന്യങ്ങളെ നമ്മൾ മാറ്റിയേ കഴിയത്തും. അല്ലാത്തിടത്തോളം കാലം നമ്മുടെ വിശ്വാസം ശരിയാണ്, നമ്മൾ ദൈവമക്കളായ ശരിയാണ്, നമ്മൾ നിത്യനായ ദൈവത്തെ സേവിക്കുന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും പറയുന്നതുമൊക്കെ വിശ്വസിക്കുന്നതുമൊക്കെ അസത്യമായാൽ നമ്മുടെ സഭ സത്യസഭയായിട്ട് എങ്ങനെ കാണപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എങ്ങനെ സത്യമാകും എന്ന് നമ്മൾ സ്വയപരിശോധന ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ രാഹബ് എന്ന് പറയുന്ന ഈ സ്ത്രീയെ, ആ സ്ത്രീ ഒരിക്കലും യെരിഹോവിലെ വേശ്യ അല്ല എന്ന് ദൈവവചനം കൊണ്ട് തെളിയിക്കുവാനായിട്ട് പോവുക. ദയവായിട്ട് നിങ്ങൾ സഹകരിക്കണം, കേൾക്കണം. അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. നിങ്ങൾക്കിപ്പോൾ സമയമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോയിക്കോ. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ ആദ്യം രാഹബ് ആരെന്ന് ഒന്ന് പരിചയപ്പെടണം. അത് നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അറിയാം. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരണത്തിന്റെ ആവശ്യമില്ല. രാഹബ് എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീ ജോഷുവ അയച്ച 2 ഒറ്റുകാരെ കൈക്കൊണ്ട് ആ സ്ത്രീ അവരെ ഒളിപ്പിക്കുകയും യെരിഹോവിലെ രാജാവിന്റെയും പടയാളികളുടെയും പക്കൽ നിന്ന് രക്ഷിക്കുകയും രാത്രിയിൽ രഹസ്യമായി അവരെ പുറത്ത് കടത്തിവിട്ട് രക്ഷിക്കുകയും ചെയ്തു. കാരണം അവൾക്ക് നേരത്തെ കുറിച്ച് ഇസ്രായേൽ മക്കൾ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചുള്ള അറിവ് മുൻകൂട്ടി കിട്ടി.
അത് ജെരിഹോവിൽ മുഴുവൻ ലഭിക്കുകയും അവർ പട്ടണം അതിൽ ബലപ്പെടുത്തുകയും ഒരു ദിവസം അവർ വന്ന് കീഴടക്കുമെന്ന് ഭയപ്പെട്ട് അങ്ങനെ ഭയന്നിരിക്കുന്ന സമയത്ത് റാഹബ് എന്ന് പറയുന്ന സ്ത്രീ ഇവരെ കൈക്കൊള്ളുകയും ഇവരെ സംരക്ഷിക്കുകയും ചെയ്തു. നമ്മളത് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ മനസ്സിലാകും. അവർ വരുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് ജോഷുവയുടെ നേതൃത്വത്തിൽ മുൻപോട്ട് വരുന്ന സമയത്ത് ഇവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ഞങ്ങൾ വരുമ്പോൾ ഈ പട്ടണത്തെ പിടിക്കും, പക്ഷെ നിന്റെ കുടുംബത്തിന് എന്ത് ചെയ്യും, നിശ്ചയമായിട്ടും ഞങ്ങൾ സംരക്ഷണം നൽകും, നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കും എന്ന് നമുക്ക് 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവായിട്ട് നിങ്ങളുടെ ഭവനത്തെ തിരിച്ചറിയാൻ വേണ്ടി ഒരു കിളിവാതിലിൽ ഒരു കയറ് കെട്ടി ഇറക്കി വിട്ട് അതേ കിളിവാതിലിൽ ഒരു ചുമന്ന നൂല് കെട്ടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനൊക്കെ കുറെ അർത്ഥങ്ങളുണ്ട്, കൾച്ചറൽ മീനിങ്സ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അവിടെ ആ മതിലില് ചുമന്ന ആ ചരട് കണ്ടിട്ട് ഇവര് ആ കുടുംബത്തെ അതിനകത്തുള്ളവരെയും സംരക്ഷിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സംഭവം അവിടെ അരങ്ങേറുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ എരിഹോവിനെ പിടിച്ചടക്കുന്നു, പട്ടണത്തെ ചുറ്റുന്നു, 7-ാമത്തെ ദിവസം കാഹളമൂതുന്നു, മതിൽ വീഴുന്നു. ദൈവം അവരോട് പറഞ്ഞതുപോലെ തന്നെ ദൈവം ആ പട്ടണത്തെ അവർക്ക് കൊടുത്തു. പക്ഷെ അവർ ഈ രാഹബ് എന്ന് പറയുന്ന വേശ്യാസ്ത്രീയോട് പറഞ്ഞതുപോലെ തന്നെ അവര് ആ വ്യക്തികളെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതായത് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്യമായിരിക്കുന്നെങ്കിലും രാഹബ് എന്ന വേശ്യ താൻ അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇവരെ ദൈവം ഇവരെ കൊണ്ട് പാർപ്പിക്കുന്ന എവിടെയാണെന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടി എല്ലാ ഭാഗത്തും ഈ സ്ത്രീയെക്കുറിച്ച് വേശ്യ 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 എന്നാണ് പറയുന്നത്, രാഹബ് എന്ന വേശ്യ, രാഹബ് എന്ന വേശ്യ. ഇവിടെ 23-ാമത്തെ വായിക്കുമ്പോൾ അങ്ങനെ ഒറ്റുകാരായ യൗവനക്കാർ ചെന്ന് രാഹബിനെയും അവളുടെ അപ്പനെയും അമ്മയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്ന് അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ പാളയത്തിന് പുറത്ത് പാർപ്പിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. ഇസ്രായേലിന്റെ ഇടയിൽ ഒരു ടെന്റ് കെട്ടി ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിച്ച സ്ത്രീയാണ്, വിശ്വാസിച്ച സ്ത്രീയാണ് എന്നൊന്നും പറഞ്ഞില്ല. പാളയത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആ കുടുംബത്തെ മുഴുവൻ പാർപ്പിച്ചു. എന്തുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് കൊണ്ട് പാർപ്പിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 23-ാമത്തെ അധ്യായത്തിൽ, ആവർത്തനം 23-ന്റെ 8-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്ന 1-2 പ്രധാന കാര്യങ്ങൾ ദൈവം ഇസ്രായേലിനോട് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു സ്ത്രീയും അമോന്യനോ മോവാബിനോ നിങ്ങളുടെ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം ഒടുവില് താഴോട്ട് വരുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ അശുദ്ധമായതിനെ എല്ലാം പാളയത്തിന് പുറത്ത് കൊണ്ട് കളഞ്ഞേക്കണം എന്നിങ്ങനെ കൃത്യമായി ദൈവം അവർക്ക് ബോധ്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 17-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ പുത്രിമാരിൽ ഒരു വേശ്യ ഉണ്ടാകരുത്, ഇസ്രായേൽ പുത്രന്മാരിൽ പുരുഷ മൈതനക്കാർ ഉണ്ടാകരുത്, വേശ്യയുടെ കൂലിയും നായയുടെ കൂലിയും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരരുത്. ഇങ്ങനെ പറഞ്ഞ ശേഷം താഴോട്ട് നമ്മൾ വായിക്കുന്നത്, ഇവരെല്ലാം എന്ത് ചെയ്യണം, അഴുക്കുള്ളതിനെ മുഴുവൻ ദൈവം അവരെ പുറത്തു കൊണ്ട് കളയണം എന്ന് കൃത്യമായ നിലയിൽ ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. കാരണം ദൈവമായ യഹോവ നിങ്ങളുടെ നടുവിൽ നടക്കുന്നത് കൊണ്ട്. ഞാൻ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, 23-ന്റെ വാതിൽ, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന് മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധമുള്ളതായിരിക്കണം. വേശ്യാസ്ത്രീയെയും അവന്റെ കുടുംബത്തെയും അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളും മുഴുവൻ അന്യജാതിക്കാരാണ്. അവർ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ വന്നിട്ടില്ല, പരിശോധന ഏറ്റിട്ടില്ല, ഇസ്രായേൽ സഭയുടെ ഭാഗമായിട്ടില്ല, അന്യ മതക്കാരായ ഇവരെ. അതുകൊണ്ട് എന്ത് ചെയ്തു? അക്കോർഡിംഗ് ടു ഡ്യൂട്രോണമി ചാപ്റ്റർ 23, ദൈവം അവരുടെ പാളയത്തിനകത്ത് നടക്കുന്നത് കൊണ്ട് അങ്ങനെ അശുദ്ധിമായി അത് വല്ലതും കണ്ടാൽ, അശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, സെപ്പറേറ്റഡ് അല്ലാത്ത വല്ലതും കണ്ടാൽ ദൈവം നിങ്ങളുടെ നടുവിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് വേശ്യയും അവരുടെ കുടുംബത്തെയും പാളയത്തിന് പുറത്ത് കൊണ്ടുവന്ന് പാർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ പാളയത്തിനകത്തല്ല, ഇസ്രായേൽ മക്കളുടെ പാളയത്തിലല്ല താമസിക്കുന്നത്, ഒരു പാളയത്തിന് പുറത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ടെറിട്ടറിക്ക് പുറത്താണ് ഇവരെ സംരക്ഷിക്കുന്നത്.
ഇനി അതുകൊണ്ട് മാത്രം അത് തെളിയിക്കാൻ പറ്റത്തില്ല. കാരണം അവരങ്ങ് മാനസാന്തരപ്പെട്ട് പാളയത്തിൽ തിരിച്ചു വന്നു എന്നിരിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ചോദ്യത്തിനും ഞാൻ പറഞ്ഞ മുൻപോട്ട് വച്ചിരിക്കുന്ന ആശയത്തിനും വിരുദ്ധമായി മാറും. ഓക്കെ, ഇനി നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിനകത്ത് 2-ാം അധ്യായത്തിന്റെ 1 പറയുന്നത് ഹാർലറ്റ്സ് ഹൗസ്, വേശ്യയുടെ വീടെന്ന് എഴുതിയിരിക്കുന്നത്. ആ സ്ത്രീക്ക് കൊടുക്കുന്ന പേര് കൊടുക്കുന്നില്ല, വേശ്യയുടെ സ്ത്രീ. 6-ന്റെ 17-ാമത്തെ വാക്യത്തിൽ റാഹബ് ദ ഹാർലറ്റ്, വേശ്യയായ ഹാർലറ്റ് എന്ന വേശ്യ, റാഹബ് എന്ന വേശ്യ, എന്ന് പറയുന്നു. രാഹബ് എന്ന വേശ്യ എന്ന് പറയുന്നു. 6-ന്റെ 12 അതുപോലെ തന്നെ ജോഷു അവരോട് പറയുന്നുണ്ട്, ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു റാഹബ് എന്ന വേശ്യ. 6-ന്റെ 25 റാഹബ് ദ ഹാർലറ്റ്. അപ്പം എപ്പോഴൊക്കെ ഈ സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ബൈബിൾ വിളിക്കുന്ന പേര് റാഹബ് ദ ഹാർലറ്റ്. അപ്പൊ അവൾ മാനസാന്തരപ്പെട്ടെന്ന് അറിയത്തില്ല, എന്തായാലും ദൈവം അവളെ വിളിക്കുന്ന പേര്, ബൈബിൾ അവളെ വിളിക്കുന്ന പേര് റാഹബ് ദ ഹാർലറ്റ് എന്നാണ്. ഇനി തീർന്നില്ല, നമുക്കിനി നേരെ പുതിയ നിയമത്തിലേക്ക് പോകണം. പുതിയ നിയമത്തിൽ ഇവളെ കുറിച്ച് 2 പ്രാവശ്യം പ്രധാനമായിട്ട് ഇതേ പദം ഉപയോഗിക്കുന്നുണ്ട്. അതൊന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം, ഐ തിങ്ക് ഇറ്റ്സ് ഓൺ 31-ാം വാക്യം. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് നശിക്കാതെ ഇരുന്നു. അവളെ ഇവിടെ അഭിസംബോധന വിളിക്കുന്ന പേര് റാഹാബ് എന്ന വേശ്യ. ഓക്കെ, മറക്കല്ലേ, പഴയ നിയമത്തിൽ വിളിക്കുന്ന പേരെന്താണ്? റാഹബ് എന്ന വേശ്യാണ്. ഇനി വേറൊരു സ്ഥലത്ത് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഔവണ്ണം റാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയെ പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ രക്ഷിക്കപ്പെട്ടത്. സോ ഇങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ സ്ത്രീയെ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അഭിസംബോധന ചെയ്യുന്ന സ്ഥലത്തെല്ലാം റാഹാബ് എന്നാണ്, റാഹാബ് ദ ഹാർലറ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ സ്ത്രീയെ പുതിയ നിയമത്തിൽ നമുക്കറിയാം ഗ്രീക്ക് ഭാഷയിലാണ് കിടക്കുന്നത്, പക്ഷെ എഴുതിയത് എബ്രായ ഭാഷയിലാണ്. എങ്കിലും ഗ്രീക്ക് ഭാഷയിൽ ഇത് നമുക്ക് അവൈലബിൾ ആണ്. എബ്രായ ഭാഷയിൽ നമുക്ക് പുതിയ നിയമം അവൈലബിൾ ഉണ്ട്, എങ്കിലും അത്രയ്ക്കും നമുക്കതിനുള്ള പഠനത്തിന് സാധ്യതകൾ കുറവാണ്. എങ്കിലും മാക്സിമം ഇത് നല്ല ഭാഷയിൽ തന്നെ എഴുതിയെന്ന് നമുക്കറിയാം. എന്നാൽ ഈ റാഹബ് എന്ന വാക്ക് പഴയ നിയമത്തിൽ LXS ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത LXS, സെപ്റ്റുജന്റ് എന്ന് പറയും. ആ സെപ്റ്റുജന്റിൽ ഈ റാഹബ് എന്ന് പറയുന്ന വേശ്യയെ എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഏത് പദമാണ് ഉപയോഗിക്കുന്നത് നോക്കാം. കാരണം അതേ പദം തന്നെയായിരിക്കും ഗ്രീക്കിലും എഴുതുന്നത്. കാരണം പുതിയ നിയമത്തിന്റെ എഴുത്തുകൾ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും അവർ LXS ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ LXSൽ അല്ലെങ്കിൽ സെപ്റ്റുജന്റിലുണ്ട്. ഈ സെപ്റ്റുജന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇനിയും പറയുന്നത് എനിക്ക് വാഗോണ്ട് പറയാനേ അറിയത്തുള്ളൂ. കാരണം അത് സത്യത്തിൽ അതിങ്ങനെ ഒരു സ്ക്രീനിൽ കാണിക്കേണ്ടതാണ്. അങ്ങനെ കാണിക്കാനുള്ള സാങ്കേതികതൊന്നും ഇത്രയായിട്ടും എനിക്കില്ല, അതിനുള്ള സാഹചര്യവും ഇല്ല നമ്മുടെ മുമ്പിൽ. നമുക്ക് ലഭ്യമായത് കൊണ്ട് പറയാം. ഞാൻ പറയുന്നത് സംശയമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് റെഫറൻസസ് ഞാൻ പറഞ്ഞുകൊണ്ടേ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കയറി അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കാം. LXSൽ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പദം ഖായ് റഹബ്. റഹബ് 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 എന്ന് പറഞ്ഞാൽ വേശ്യ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത്. ഖായ് റഹബ്. അപ്പൊ ഈ ഖായ് റഹബ് എന്ന് പറയുന്ന പദത്തിന് നമ്മളിവിടെ കാണുന്നത് 4 അക്ഷരങ്ങളാണ്. ഞാനതിൻ്റെ ഗ്രീക്ക് ഒന്ന് പരിശോധിച്ചോട്ടെ. ലെക്സിക്കണില് അവിടെ റെഖാബ് എന്ന് പറയും. അത് നമ്മൾ ഹീബ്രുവിൽ അതിന് നമ്മൾ റെഖാബ് എന്ന് പറയുന്നു. ഹീബ്രുവിൽ റെഖാബ് എന്ന്, ഗ്രീക്കിൽ ആ പദത്തിന് കൊടുത്തിരിക്കുന്നത് റഹാഫ്.
റഹബ് എന്ന്. റഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ കൺഫ്യൂഷൻ ആയി പോലെ കേട്ടോ. ഒന്നുകൂടി ഞാൻ തിരിച്ചു വരാം. റഹാബ് എന്ന് പറഞ്ഞ റഹാഫ്, അത്ര നിങ്ങൾ മനസ്സിലായി, റഹാഫ്. എന്നാൽ ഈ പദം തന്നെ, അതായത് റഹാബ് എന്ന ഈ പദം തന്നെയാണ്, അതായത് LXS ഞാൻ പറഞ്ഞല്ലോ ഈ സാധനം ഇങ്ങനെ പറഞ്ഞു തരാൻ ഇച്ചിരി ടഫാണ്. LXS ഒന്നാമത്തെ കാരണം എനിക്കിത് ഇതുപോലെ അങ്ങോട്ട് ഷോ ചെയ്തിട്ട് ദാണ്ട് ഇന്നതാണ് എന്ന് സ്ട്രോഗിൽ ഇങ്ങനെ പറയുന്നൊക്കെയുള്ള കാര്യം നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഇപ്പോഴത്തെ സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് നാളെ അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള പഠനം നടത്താം. ഈ LXS ജോഷയുടെ പുസ്തകം 6:25 കൊടുത്ത് റഹാബ് എന്ന് പറയും. റഹാഫ്, ഈ റഹാഫ് എന്ന് പറയുന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ. അതേപോലെ തന്നെ നമ്മൾ ഇതേ പദം എബ്രായർക്ക് എഴുതിയ ലേഖനം 11:31 എടുക്കുമ്പോഴും കൊടുക്കുന്ന എന്താണ്? റഹാഫ്. സെയിം പദം ഗ്രീക്കിലുള്ള സെയിം പദം. നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രോങ് ഡിക്ഷണറി നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ KJV+ സ്ട്രോങ്ങിന്റെ വേർഡ്സ് ഉള്ളതിനകത്ത് നോക്കുക. അവിടെ കൊടുത്തിരിക്കുന്നത് റഹാഫ് എന്നാണ്. എന്നാൽ ശൽമോൻ റഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുമ്പോൾ, നമുക്ക് മത്തായിലേക്ക് വരാം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല, ഞാൻ നോട്ട് കൺഫ്യൂസിങ് യു. ഇവിടെ ശൽമോൻ റഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. നമ്മളതിൻ്റെ സ്ട്രോങ്സിൽ കയറി മത്തായിയുടെ സുവിശേഷം നോക്കുമ്പോൾ അവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നിങ്ങളോട് പറയാം. 3:1-5 വാക്യത്തിൽ സൽമോൻ ഡേ എഗനെസൻ ടോൺ ബോസ് എക്ടസ് റഹാബ്. വേശ്യയായ രാഘവ് എന്നതിന് കൊടുത്തിരിക്കുന്ന റാബ് എന്ന്. അതായത് ഈ ഹാർലറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേശ്യ എന്ന് പറയുന്ന, എരിഹോവിലെ വേശ്യക്ക് കൊടുത്തിരിക്കുന്ന ആ പദത്തിനകത്ത് 4 അക്ഷരങ്ങളാണ്. അത് ഗ്രീക്കിൽ അങ്ങനെ തന്നെയാണ്. LXS അതായത് പഴയ നിയമത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഗ്രീക്കിൽ അതേ പദം പുതിയ നിയമത്തിൽ പറയുമ്പോഴും സെയിം പദം. വേശ്യയായ രാഘവ എന്ന് എവിടെയെല്ലാം കൊടുത്തിരിക്കുന്നു അവിടെയെല്ലാം സെയിം പദം. പക്ഷേ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന സൽമൻ ദെൻ ബിഗട്ട് ബോവസ് ഔട്ട് ഓഫ് റഹാബ്. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വാസ്തവത്തില് 5 അക്ഷരം കാണാൻ പറ്റും. ഗ്രീക്കിൽ 5 അക്ഷരമാണ്. ഒന്ന് റഹാബ്, 2 റഖാബ്, ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. 1 റഹാബ്, 2 റഖാബ്. അപ്പൊ റഖാബ് എന്ന് പറയുന്നതാണ് ശൽമോൻ കല്യാണം കഴിച്ച സ്ത്രീ. ഷി വാസ് നോട്ട് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഷി വാസ് നോട്ട് എ ഹാർലറ്റ്. അതായത് എരിഹോവിലെ വേശ്യയായിരിക്കുന്ന സ്ത്രീ, രണ്ടിന്റെ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ ഒരക്ഷരം വ്യത്യാസമുണ്ട്. അത് ഗ്രീക്കിൽ കൃത്യമായ നിലയിൽ പഴയ നിയമത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും പുതിയ നിയമത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും സെയിം പദം ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ശൽമോൻ റഹാബിൽ ബോസിനെ ജനിപ്പിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് വ്യത്യസ്തമായ ഒരു പേര് കൊടുത്തിരിക്കും. അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ഇത് റഹാബ് കറക്റ്റ് ആണെങ്കിൽ മത്തായി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും, അപ്പൊ മത്തായിയുടെ സുവിശേഷം ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എബ്രായ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന അതേ പദം തന്നെ ഉപയോഗിക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന പദം, ഇവരെല്ലാവരും തന്നെ യഹൂദന്മാരാണ്. അവരങ്ങനെ ചെയ്തില്ല. വേശ്യാസ്ത്രീയായ റാബ് എന്ന് പറയുന്നതിന് പകരം റഖാബ് എന്ന് പറയുക. ദിസ് ഡിഫറെന്റ്. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. നമ്മൾ അറിയാതെ ഈ രണ്ടും തെറ്റിദ്ധരിച്ചു. ഇപ്പം ഒരു പേര്, അവിടെ ഒരു സ്ത്രീയെ കണ്ടു, അല്ലെങ്കിൽ രാഹബ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടു, അതേ രാഹബ് തന്നെയാണ് ഇതെന്ന് നമ്മൾ അനുമാനിച്ചു. പക്ഷെ ഈ രാഹബ് എന്ന് പറഞ്ഞ സ്ത്രീയെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എവിടെ ഉപയോഗിച്ചാലും അവൾ വേശ്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ മത്തായി മാത്രം വേശ്യ എന്ന് എഴുതിയിട്ടില്ല.
ഇനി അതിനെ നമ്മൾ അതുകൊണ്ടായിരിക്കും യഹൂദൻ, അങ്ങനെയൊന്നുമല്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം യഹൂദന്മാർക്ക് എഴുതിയ പുസ്തകമാണെങ്കിൽ യഹൂദന്മാരുടെ പുസ്തകത്തിൽ തന്നെ കിടപ്പുണ്ടല്ലോ റഹാബ്. അപ്പൊ യഹൂദന്മാർക്ക് അറിയാം ഈ റാഹബ് ആരെന്നറിയാം. പക്ഷെ ഇവിടെ ബോവസിനെ പ്രസവിച്ച ബോവസിന്റെ അമ്മയായ റഖാബ്, ദാറ്റ്സ് നോട്ട് റഹാബ്, ഹായും ഖായിട്ട് വായിക്കുന്നത്, RAHAB, റഹാബ്, അതാണ് വേശി. RACHAB, റഖാബ്, അതാണ് ബോവസിന്റെ അമ്മ. നിങ്ങൾക്ക് എന്ന് മനസ്സിലാകുന്ന എനിക്കെതിരെ എന്നെ ചീത്ത വിളിക്കരുത്, ഇയാൾ എന്തോടെ പറയുന്നതെന്ന് പറഞ്ഞ് കളിയാക്കരുത് പ്ലീസ്. കാരണം ഒരു ട്രൂത്ത്, കാരണം ഞാൻ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാളെ ഇത് നമ്മുടെ സഹോദരന്മാർ അറിയാതെ ഇത് പ്രസംഗിക്കുകയും ചെയ്യും. വേശ്യായ സ്ത്രീ, ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, എനിക്കതിനെക്കുറിച്ച് വലിയ മെസ്സേജ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഐ എം റിപ്പൻഡിങ്. I want to change my mind because I don't want to propagate any lies in the church. സോ ഞാൻ പറഞ്ഞു വരുന്നില്ല, കാരണം ദൈവം തൻ്റെ സഭയെ അല്ലെങ്കിൽ പഴയ നിയമത്തെ, ഇസ്രായേൽ ഗ്രഹത്തെ നിർമ്മിച്ചിരിക്കുന്നത് വിശുദ്ധരായ യഹൂദന്മാരെ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ യഹൂദ വംശത്തെ കൊണ്ട് മാത്രമാണ്. മറ്റൊരു വ്യക്തിയെ കൊണ്ടും ദൈവം ആ വംശത്തെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ഞാൻ ഇത് കളങ്കപ്പെട്ടിട്ടില്ലെന്നോ ഇതിനകത്ത് ട്രൈബലിനകത്ത് മിക്സിങ് വന്നിട്ടില്ലോ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ ക്രൈസ്റ്റിന്റെ, പ്രത്യേകിച്ച് ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രന്റെ വംശാവലിക്കകത്ത് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ് ജീനിയോളജി ഈസ് എ പ്യുവർ ജൂയിഷ് ജീനിയോളജി, പ്യുവർ ജൂയിഷ് ജീനിയോളജി. മറ്റു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാ. വേശ്യാസ്ത്രീയായ രാഹബും നമ്മുടെ സാൽമനെ, അതിന്റെ മലയാളം അറിയില്ല, സാൽമൻ, ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഈ മലയാളം ഇംഗ്ലീഷ് തിരിച്ചു പറയും, ഷൽമോൻ. ഓക്കെ, ഷൽമോൻ എന്ന് പറയുന്ന ആൾ വിവാഹം കഴിച്ച റഹബും രണ്ട് വ്യക്തിയാണ്. അപ്പം യേശുക്രിസ്തുവിന്റെ വംശാവലിയില് റഹാബ് അല്ലെങ്കിൽ റാഹബ് എന്ന് പറയുന്ന യെരിഹോവിലെ വേശ്യ എത്തിയിട്ടില്ല. ബിക്കോസ് ക്രൈസ്റ്റ് ജീനിയോളജി വാസ് പ്യുർ. ഗോഡ് കെപ്റ്റ് ഇറ്റ് പ്യുർ ബിക്കോസ് ഹിസ് എ പ്യുർ ജൂയിഷ് മെശായ. അവൻ പൂർണ്ണതയുള്ള യഹൂദ മശിഹയാണ് എന്ന് ഇവിടെ മത്തായി തെളിയിക്കും. നിർഭാഗ്യവശം നമ്മൾ പേര് കൊണ്ട് തെറ്റിദ്ധരിച്ചു. പ്രസംഗിച്ചവരാരും കുറ്റക്കാരല്ല. നമുക്കിനി തിരുത്താനൊരു അവസരമുണ്ട്. കാരണം നമ്മൾ ഇതിനെ കൃത്യമായിട്ട് തിരുത്തണം. കാരണം അപ്പൊ നിങ്ങൾക്ക് പലരും ഇത് ഞാൻ പറയുമ്പോൾ ആൾ പറയേണ്ടത് അത് യഹൂദന്മാർ തങ്ങൾ വലിയ മിടുക്കന്മാരെന്ന് കാണിക്കാം. അങ്ങനെയൊന്നും അല്ല. ജൂയിഷ് റൂട്ട് നഷ്ടപ്പെട്ട് നമ്മൾ നേരെ ഗ്രീക്ക് റൂട്ടിലേക്ക് പോയത് കൊണ്ടാണ് ഇന്ന് സഭ ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ കുറെ സഭ, ഇവിടെ കുറെ സഭ, അവിടെ സഭ, ഈ സഭ, അപ്പോസ്തലിക സഭ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒരു സഭയേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ സഭയാണ്. ആ സഭ പുത്തനെറുശലേമാണ്. ആ പുത്തനെറുശലേം എന്ന സഭ ഇന്ന് ലോകത്തുണ്ട്, നാളെ ഉണ്ടാകും, മറ്റന്നാൾ ഉണ്ടാകും. ആ പുത്തനെറുശലേം എന്ന സഭയ്ക്കകത്ത് കാതലിക്കാരുണ്ട്, മാർത്തോമക്കാരുണ്ട്, CSAക്കാരുണ്ട്, ഇവാഞ്ചലിക്കലുകാരുണ്ട്, പിന്നെ എപ്പിസ്കോപ്പൽ ആളുകളുണ്ട്, ലൂതർ മിഷന്റെ ആളുകളുണ്ട്, സാൽവേഷൻ ആർമിയുടെ ആളുകളുണ്ട്, പെന്റിക്കോസ്റ്റൽസ് ആളുകളുണ്ട്, ബ്രദറൻ ഉണ്ട്. നമ്മളിന്ന് കാണുന്ന 1,000 ഡിനോമിനേഷൻസ് ഉണ്ട്. ഞങ്ങളുടെ കുറച്ച് ഗ്രൂപ്പും ഉണ്ട്. അതിന് കർത്താവിന്റെ സഭയ്ക്കകത്താകാൻ ഇന്ന സഭയ്ക്കകത്ത് പോകണമെന്ന്, ഇന്ന പൗരത്വം പ്രാപിക്കണമെന്ന്, ഇന്ന പട്ടത്വം സ്വീകരിക്കണമെന്നൊക്കെ പറയുന്നത് ആന മണ്ടത്തരം. അങ്ങനെ ദൈവം തമ്പുരാന്റെ പ്രോഗ്രാമിൽ അങ്ങനെ ദൈവം തമ്പുരാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരിയുള്ള ഡിവിഷൻസ് ദൈവം ഉണ്ടാക്കത്തില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എററുകൾ വരും, പക്ഷെ തിരുത്താൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുമ്പോൾ തിരുത്തുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം ഇതേ ഉള്ളൂ. ഇത് ജൂയിഷ് ആളുകൾ അതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ജാതികൾ പിന്നെ കടന്നു വന്നു. പെർഫെക്റ്റ്ലി ആണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുന്നെങ്കിൽ അത് എൻ്റെ മാത്രം കുറ്റമാണ്. ഞാൻ എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നതിലൊക്കെ അത് അനുകൂലമായി പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സാധാരണ ഇങ്ങനെ ആളുകൾ സ്ക്രീനിലൊക്കെ ഇത് കാണിക്കാറുണ്ട്. ഇത് എന്നെ കേട്ടോണ്ടിരിക്കുന്നതിനോട് സ്നേഹമുള്ള, അല്ലെങ്കിൽ ഇത് ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു അസിസ്റ്റന്റ് തരണം. നമുക്ക് നമ്മുടെ ഈ മെസ്സേജുകൾ സ്ക്രീനിൽ കാണിച്ച ശേഷം
അതിങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടെന്നുള്ളതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. ദൈവം അതിനെ സഹായിക്കട്ടെ. സോ ഈ വീഡിയോ കണ്ടോ എല്ലാവരെയും ഓർത്ത് സ്തോത്രം കരയറ്റുന്നു. എല്ലാവരും അനുകരിക്കുക. അടുത്തൊരു വീഡിയോയിൽ റൂത്ത് എന്ന് പറയുന്ന മോവാബിയ സ്ത്രീ, ആ മോവാബിയ സ്ത്രീ എന്ന് പറയുന്ന റൂത്ത് അവരൊരു അന്യസ്ത്രീ ആയിരുന്നു. നമ്മൾ വേദവസത്തിലെ അമോന്യര് മോവാബരി എന്ന് പറയുന്ന ലോത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണോ എന്നുള്ള ഒന്ന് അറിയേണ്ടതുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കും. ഇച്ചിരി ടഫാണത് മനസ്സിലാക്കാൻ, കാരണം കുറേ വലിയൊരു വീഡിയോ എടുക്കേണ്ടി വരും. അതിനെക്കുറിച്ചുള്ള പഠനമാണ് മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു ഒരു വംശാവലിയിൽ ഒരു വേശ്യയില്ല എന്ന് ഓർക്കുക. ദൈവം എല്ലാവരും അനുകരിക്കട്ടെ. അപ്പം നിങ്ങൾ ചോദിക്കും, യഹൂദ തന്റെ മരുമകളെ പരിഗ്രഹിച്ചില്ലേ? യെസ്, മരുമകളെ പരിഗ്രഹിച്ചു, എങ്കിലും അവർ യഹൂദനായിരുന്നു. ദസ് നോ അന്യ മതത്തിൽപ്പെട്ടവരല്ലായിരുന്നു. യഹൂദ തന്റെ മരുമകളെ താമറിനെ പരിഗ്രഹിച്ചിട്ടാണ് പേരസ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതിനകത്ത് യഹൂദ എന്ന് പറയുന്ന അപ്പൻ യഹൂദനാണ്. Okay, so I just want to make it sure that Christ is a pure Jew. അവന്റെ വംശം പ്യൂർ ആയിരുന്നു. അതിനകത്ത് മാലിന്യം കടത്താൻ ദൈവം അനുവദിച്ചില്ല. May the Lord richly bless you. ഞാൻ വിശ്വസിക്കുന്നു പുത്തൻ യെരൂശലേമിനെ പോലെ തന്നെ കർത്താവ് പുത്തൻ യെരൂശലേമിന്റെ തലയായതുകൊണ്ട് എവറിത്തിങ് ഇസ് പ്യൂർ. നമ്മയും ദൈവം അങ്ങനെ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.